അത് 1969 ഞാൻ നാട്ടുകാരനോട് ഗുഡ്ബൈ പറഞ്ഞു അമേരിക്കയിലേക്ക് പഠിക്കാൻ. ആദ്യം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഞാൻ വന്നത് സേവിയർ യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിസിയാന, അത് ന്യൂ ഓർലിയൻസ്. ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് മലയാളിയായ ഒരാള് അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ മ്യൂസിക് പഠിക്കാൻ വന്നത് ആൾക്കാർക്ക് അത്ഭുതം. അതങ്ങനെ ആ കാലത്ത് പ്രത്യേകിച്ച്, കാരണം ജോലി സാധ്യത പല കാര്യം ശരിക്കും ഒരു പാഷൻ ഇല്ലാത്ത ഒരാൾക്ക്. എനിക്ക് വേറെ ഒന്നും അറിഞ്ഞത് യൂണിവേഴ്സിറ്റിയിലൊക്കെ വേറെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അവരെല്ലാവരും സയൻസ്, ഫിസിക്സ്, മ്യൂസിക് എടുക്കാൻ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. അവിടുന്ന് ബാച്ചിലേഴ്സ് കഴിഞ്ഞു. അവിടെ ബാച്ചിലേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പല ഐവി ലീഗ് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. എനിക്ക് 10 ഐവി ലീഗ് യൂണിവേഴ്സിറ്റിക്കാർ അഡ്മിഷൻ തന്നു. അത് കോർണൽ മാത്രം അഡ്മിഷൻ, ഫൈനാൻഷ്യൽ. അങ്ങനെയാണ് ന്യൂയോർക്കിലേക്ക് അവിടെ മാസ്റ്റേഴ്സ് ചെയ്തു. അവിടെ തന്നെ പഠിപ്പിച്ചു. അവിടെ പഠിപ്പിച്ചില്ല, അവിടെ ക്വീൻസ് കോളേജ് ഫ്ലഷിംഗിൽ അവിടെ ഞാൻ പഠിപ്പിച്ചു 2 കൊല്ലം. മ്യൂസിക് സ്റ്റുഡൻസിന് അല്ല, മ്യൂസിക് സ്റ്റുഡൻസ് ആസ് എ മ്യൂസിക് വിൽ ബി ഓൺലി വൺ ഓഫ് ദി മെനി. അതാണ് യഥാർത്ഥത്തിൽ മലയാളിക്ക് ഒരു വലിയ നേട്ടമായിട്ട് താങ്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം ആ ഒരു വരവ് മലയാളിയുടെ സംഗീത ജീവിതത്തിലുണ്ടാക്കിയ മാറ്റം അപാരമായി ഒരുപക്ഷെ. കാരണം ഈ വെസ്റ്റേൺ മ്യൂസിക്കിലുള്ള താങ്കളുടെ പ്രാവീണ്യം അക്കാലത്ത് ആർക്കും തന്നെ ഇല്ല. എന്നിട്ടത് നമ്മുടെ മലയാളിയുടെ ക്ലാസിക്കൽ അല്ലെങ്കിൽ ആ സംഗീതവുമായിട്ട് അതിനെ കൂട്ടി ഇണക്കി ഒരു നീക്കം നടത്താൻ ഒരവസരം ഉണ്ടായത് വലിയൊരു ഭാഗ്യമാണ്. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഓപ്പണിംഗ് കിട്ടിയത്? അതായത് അതിനുമുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞത്, അതായത് സംഗീതം മറ്റേ വെസ്റ്റേൺ മ്യൂസിക്കിൽ പല പല ടൈപ്സ് ഓഫ് മ്യൂസിക് ഉണ്ട്. ശാസ്ത്രീയ സംഗീതത്തിൽ തന്നെ ഏൻഷ്യൻ മ്യൂസിക്, ഗ്രെഗോറിയൻ ചാൻഡ്. അത് കഴിഞ്ഞൊരു 1000-1200 വരുമ്പോൾ എന്തായാലും പറയുന്നുണ്ട് റെനൈസൻസിൽ വേറൊരു ടൈപ്പ് മ്യൂസിക് ഉണ്ട്. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ 1600 ആകുമ്പോൾ ഒരു ബറോക്ക് എന്ന് പറയുന്ന വേറെ തരം. അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ മോസാർട്ട്, ബീത്തോവൻ, ഹൈഡൻ എന്ന് പറയുന്നവരുടെ സംഗീതം. അതിനെയാണ് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ കൾച്ചർ പറയുന്നത്, ക്ലാസിക്കൽ മ്യൂസിക് എന്ന ആ കാലഘട്ടത്തെ പറയും. 1750 മുതൽ 1850 വരെയുള്ള കാലഘട്ടം. അത് കഴിഞ്ഞാൽ പറയുന്ന റൊമാൻറ്റിക് മ്യൂസിക്. അങ്ങനെയാണ് പല കാലഘട്ടങ്ങളും. എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞത് ഈ യോസഫ് ഹൈഡൻ, മോസാർട്ട് ആൻഡ് ബീത്തോവൻ, ഈ 3 വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിഷ്യൻ്റെ ആ സ്റ്റൈൽ ഓഫ് ഹാർമണിയും അവരുടെ പ്രൊസീജിയേഴ്സും, കോമ്പോസിഷണൽ പ്രൊസീജിയേഴ്സ്, അതെന്നെ കൂടുതൽ ആവശ്യം. അപ്പം എൻ്റെ വിചാരം, ഞാൻ ഇന്ത്യൻ മ്യൂസിക്കുമായിട്ട് ഇവരെ കോർത്തിണക്കുകയാണെങ്കിൽ റോക്ക് ആൻഡ് റോൾ വഴി പോകില്ല, ജാസ് വഴി പോകില്ല, വെറും റെഗെ വഴി പോകില്ല. ഐ വിൽ ഗോ അക്കോർഡിംഗ് ടു ദീസ് പീപ്പിൾ. അതാണ് ഞാൻ പ്രാവർത്തികമാക്കി. അപ്പോൾ അവിടെ വന്നപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാഗങ്ങളൊക്കെ ഇപ്പം മഞ്ഞണിക്കൊമ്പിൽ എന്നുള്ള പാട്ട്, ഈ നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കിലെ രാഗ് കേദാർ എന്ന് പറയുന്ന ഇങ്ങനത്തെ സ്കെയിലാണ്. അതിന് പറ്റിയ അക്കമ്പനിമെന്റ് ഞാൻ ഈ ബീത്തോവൻ, മോസാർട്ട്, ഹൈഡൻ എന്നിവരുടെ ചൂട് ചെയ്തു. അത് അവരുടെ സിംഫോണിക് അപ്രോച്ച്. അതാണ് നിങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ വെസ്റ്റേൺ ഇത് വരികയും പിന്നെ അത് ഉടനെ തന്നെ നമ്മളുടെ ഇടയിലേക്ക് വരികയും ചെയ്യുന്ന നമ്മൾ ശ്രദ്ധിച്ചു പോയി. അത് കേട്ടോ, അതിനകത്ത് ഞാൻ വലിയ അങ്ങേറ്റത്തെ കയ്യിൽ പഠിച്ചത് അങ്ങ് ചെയ്തെന്നുള്ളൂ. പക്ഷെ അത് ആ ഓപ്പൺ എങ്ങനെയാ അത് തുറന്നു കിട്ടുക? അമേരിക്കയിൽ അവിടെ വന്നു, അവിടെ വലിയ പോപ്പുലർ മലയാള സംഗീതം ഇല്ല ആ സമയത്ത്. അല്ല, പോപ്പുലർ മലയാള സംഗീതം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ചാൻസ് നവോദയ അത്തച്ഛനാണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എൻ്റെ ഒരു ബന്ധു, എൻ്റെ അളിയൻ എന്നെ കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഫാസിലും ജിജോയും സിബി നിലയിലും പിന്നെ അവരുടെ കുറേ ഗ്രൂപ്പ് കോളേജ് സ്റ്റുഡൻസ് ഇവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവരെ നമ്മുടെ ഷീലയും നസീറിനും വേണ്ട പുതിയ പിള്ളേർ വെച്ചിട്ട് ചെയ്യാൻ പോകാൻ പോകുന്നത്. അപ്പോൾ പുതിയ പാട്ട് സംഗീതക്കാരനെയും പ്രയോഗിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയായിരുന്നു ഈ മഞ്ഞണി
മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ. അതിലെ പാട്ടുകൾ ഓരോന്നും ഒരുപക്ഷെ മലയാളിക്ക് മറക്കാൻ പറ്റാത്ത പല പാട്ടുകളായിരുന്നു. അത് ഇന്നും എത്രയോ വർഷങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഒരു ശുദ്ധ സംഗീതം അല്ലെങ്കിൽ ഒരു മലയാളിയുടെ മനസ്സിലേക്ക് തെറ്റിച്ചിരിക്കുന്ന മലയാളിയും ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിലെ പാട്ട് സംഗീത സംവിധാനം ചെയ്ത ഇന്ന് ആരും ഓർത്തു പോകും. അതൊരു വലിയ ഒരു ഭാഗ്യം. അത് ഈ ഒരുപക്ഷെ ഈ വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ആ ഒരു സംഭവം നമ്മളെ കൂടി കൂട്ടുകാരിലെത്തി. പൂക്കളുടെ കാര്യത്തിൽ നമ്മൾ പ്രധാന ഘടകം മറന്നു, അതിന്റെ ലിറിക്സ്. പാട്ടിന് പാട്ടിന് അർത്ഥവും ആയുസ്സും കൊടുക്കുന്നത് ലിറിക്സ് ആണ്. വെറുതെ ഞാനിപ്പോ എന്ത് ട്യൂൺ ഉണ്ടാക്കിയിട്ട് ടുക്കു ടുക്കു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത്. അപ്പോൾ ലിറിക്സ് ആണ് എൻ്റെ ട്യൂണിന് ജീവൻ കൊടുക്കുന്നത്. അപ്പൊ ബിച്ചു ഇത് തന്നെ പറയാം, ട്യൂണാണ് എൻ്റെ ലിറിക്സിന് ജീവൻ കൊടുക്കുന്നത്. അതിലെ വരികൾ ആകമാനം വണ്ടർഫുള്ളാണ്. ബിജു തിരുമലയും ജെറി അമൽ ദേവിൻ്റെ കൂടെ ആ ഒരു കൂട്ടായ്മയിലെ മനോഹരമായ ഒരു ചിത്രം തന്നെ. അതിൻ്റെ സിനിമറ്റോഗ്രാഫിയും ഈ പാട്ടിനെ ബേസ് ചെയ്താണെന്ന് തോന്നുന്നത്. മറ്റതൊക്കെ ദൃശ്യങ്ങളെ ബേസ് ചെയ്താണെങ്കിൽ ഇത് പാട്ടിനെ ബേസ് ചെയ്തായിട്ട് തോന്നിപ്പോകും വീണ്ടും വീണ്ടും കാണാം. അത് ഫാസിലിന്റെ കാഴ്ചപ്പാട്, ജിജോയുടെയും കാഴ്ചപ്പാട്. ഒരു ചിത്രയ്ക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു പാട്ടുണ്ടല്ലോ, ആളൊരുങ്ങിയ. അതെങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ചിത്രയെ തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്? അല്ല, ആക്ച്വലി ജാനകിയമ്മയാണ് പാടേണ്ടിയിരുന്നത്. കാരണം സാധാരണഗതിയിൽ കേരളത്തിൽ നിന്നെല്ലാം അവിടെയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അപ്പോൾ നവോദയപ്പറ്റും പറഞ്ഞു, നമുക്ക് പടയോട്ടം കഴിഞ്ഞിട്ട് ഒരു ക്ഷീണത്തിലിരിക്കുക, അപ്പൊ ഇനിയും ചെലവ് പറഞ്ഞിട്ട് എന്തെങ്കിലും വേറെ പാട്ട്. പക്ഷെ ജാനകി അമ്മയൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് ഏറെ പേര് അതെന്ത് ചെയ്യുന്നത്? ആരുണ്ട് ജെറിയുടെ കാഴ്ചപ്പാടിൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ ഓർത്തു, നമ്മുടെ LG രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒരു റെക്കോർഡിങ്ങിന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ അവിടെ 2 പെൺകുട്ടികൾ, എന്താ പറയുക, നമ്മുടെ ഓൾ കേരള കോളേജ്, എന്താ അവർക്കൊരു ഒരു സംസ്കാര ഫെസ്റ്റിവൽ ഉണ്ട്. അതെ, സർവകലാശാലയുടെ ഉത്സവത്തില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് വേറൊരു പെണ്ണിന്, സെക്കൻഡ് പ്രൈസ് കിട്ടിയത് ചിത്രയ്ക്കാണ്. അപ്പോൾ ഇവരുടെ 2 പേരും കൂടിയാണ് LG രാധാകൃഷ്ണൻ ഒരു പാട്ടിന് കൊണ്ടുവന്നത്. 2 പേരും തകർപ്പനായിട്ട് പാടി. അതിൽ ഈ ഇത്തിരിക്കില്ലാത്ത അന്ന് 19 വയസ്സേ ഉള്ളൂ. ചിത്ര പാടുമ്പോൾ ആ റെക്കോർഡിങ് മെഷീൻ്റെ നീഡിൽ താഴ്ത്തി പാടിയാൽ പൊക്കി പാടിയാൽ നീഡിൽ ആ കറക്റ്റ് സ്ഥലത്ത് നിൽക്കുന്നു. മറ്റേ കുട്ടി പാടുമ്പോൾ ഒന്നുകിൽ ചുവപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ താഴ്ത്തി. പാട്ട് ഗംഭീരമാണ്, പക്ഷെ വോയിസ് എന്തോ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചിത്രയെ നോട്ടീസ് ചെയ്തു. അപ്പൊ ഞാൻ നവോദയ പറ്റുന്ന എനിക്ക് തോന്നുന്നു ചിത്ര എന്ന് പറയുന്ന പെൺകുട്ടി ഷുഡ് ഡു ഇറ്റ്, ഷീ സിംഗ്സ് വെരി വെൽ എന്ന് പറഞ്ഞു. അങ്ങനെ അതും അവർക്കൊരു ലൈഫിൽ വലിയ ചേഞ്ച് പാട്ടിന്റെ ലോകത്ത് പാടിയിട്ടുണ്ട്. പക്ഷെ ഈ പാട്ടോടുകൂടി അവർക്ക് ഇന്നിപ്പോ ആലോചിക്കുമ്പോൾ നമ്മൾ ജെറി അമൽ ദേവ് ഒരു പുതിയ ഒരു പാട്ട് വരുവാണെങ്കിൽ നമുക്കങ്ങനെ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാൻ മലയാളത്തിൽ പുതിയ പാട്ടുകാരെ പ്രതീക്ഷയുള്ളവരുണ്ടോ? പുതിയ കണ്ടുപിടുത്തത്തിനൊന്നും പ്രൊഡ്യൂസേഴ്സിന് നിന്നുപിടിക്കാനല്ല, പ്രൊഡ്യൂസേഴ്സ് വേണ്ടെന്ന് ഷുവർ ഫയർ സക്സസ് ആയിരിക്കും. അല്ലാതെ ഇവിടെ ലോകം നന്നാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടൊരു ഹിറ്റ് ഗാനങ്ങളൊന്നും ഉണ്ടാകുന്നുമില്ല. വന്നു പോകുന്ന പാട്ടുകളെ പലപ്പോഴും ഉള്ളൂ. വേണ്ടത്ര എന്താ പറയുക, സെർച്ച് നടത്തുന്നില്ല എന്നുള്ളത്. ടാലന്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ടാലന്റിന് ഒരു കുറവില്ല. അത് നമ്മൾ ചാനലൈസ് ചെയ്യണം. ഈ വെസ്റ്റേൺ മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു തലമുറയുണ്ടോ ഇപ്പൊ കേരളത്തിൽ? ഒരുപാടുണ്ട്, ധാരാളമുണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ വെസ്റ്റേൺ മ്യൂസിക് എന്ന് അവർ പറയുന്നതും മനസ്സിലാക്കുന്നതും അമേരിക്കൻ പോപ്പുലർ മ്യൂസിക്കിനെയാണ്. അതല്ല, ആ വെസ്റ്റേൺ പോപ്പുലർ മ്യൂസിക് വെസ്റ്റേൺ മ്യൂസിക്കിന്റെ ഒരു വശം മാത്രമേ, ഒരു 10-16 വശത്തിൽ ഒരു വശമാണ്. പക്ഷെ ബിക്കോസ് ദി അമേരിക്കൻ റെക്കോർഡിംഗ് ഇൻഡസ്ട്രി ആൻഡ് ദി മാർക്കറ്റിംഗ് ടെക്നോളജി ടെക്നിക് ഈസ് സോ പവർഫുൾ, ദേ ഹാവ് ആക്ച്വലി conquered the whole world with this popular music in America.
പക്ഷേ നമ്മുടെ ചെറുപ്പക്കാര് നല്ല പാട്ടുണ്ടായാലും നല്ല മ്യൂസിക് ഉണ്ട് നമ്മൾ, പക്ഷെ ചെറുപ്പക്കാർ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ സന്തോഷമില്ല. കുട്ടികൾ കുറച്ചും കൂടി വിപുലമായ രീതിയിൽ മനസ്സിലാക്കുക, എന്നിട്ട് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അതാണ്. പിന്നെ ഈ മലയാള സിനിമ സംഗീതത്തിലേക്ക് പോയി. അവിടെ 75ഓളം സിനിമകൾ. ഞാൻ 75ഓളം സിനിമ ചെയ്തു. ആ ഒരു ഫീൽഡ് നമ്മളുടെ മലയാള സിനിമ കൂടുതൽ മുമ്പോട്ട് പോയി, ആൾക്കാർ കൂടുതൽ പ്രേക്ഷകരുണ്ടായി. പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ പ്രേക്ഷകരെ വന്നു. സിനിമയെ സ്നേഹിക്കുന്നവരും സംഗീതത്തെ സ്നേഹിക്കുന്നവരും ഇവരെല്ലാം വന്നു കഴിഞ്ഞ് പിന്നെയും എന്തുകൊണ്ടാണ് ഈ 75 സിനിമകളിൽ നിർത്തിയത്? ഞാൻ നിർത്തിയില്ല.